ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കൊല്ലം തെന്മല ഒറ്റക്കൽ പാറക്കടവിന് സമീപത്ത് തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണുള്ളത്. കണ്ണൻ നായരുണ്ട് വിശദാംശങ്ങളുമായി. കണ്ണൻ, ഇതെവിടെയാണ് തീപിടുത്തം? സ്വകാര്യ റിസോർട്ടിന് സമീപത്ത് തീപിടുത്തമുണ്ടായി. എങ്ങനെയാണ് ഈ തീ പിടിച്ചത്? ഇങ്ങനെ പടർന്നു പിടിക്കാൻ കാരണം എന്താണ്? എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കുറെ ഏറെക്കാലമായി അടഞ്ഞു കിടക്കുന്ന ഒരു റിസോർട്ടാണ്. അവിടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ റബ്ബർ മരങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ റബ്ബർ മരങ്ങളോട് ചേർന്ന് ഈ ചെറിയ പയർവള്ളി എന്ന് പറയും, ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന വള്ളിച്ചെടി, ആ ചെടി ഈ വേനൽക്കാലത്ത് വലിയ രീതിയിൽ ഉണങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ആ ഉണങ്ങിയ ആ വള്ളിച്ചെടികളിലേക്ക് തീ പടർന്നതാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തീ പടരുന്നുണ്ട്. കാര്യം അവിടെ ചെറിയ രീതിയിൽ കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് തന്നെ തീ ആ പ്രദേശത്തേക്ക് പടരുന്നുണ്ട്. കുന്ന പ്രദേശമാണ്. ആ താഴെ നിന്ന് ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫയർഫോഴ്സ് തീ അണച്ചു. അതിനുശേഷം മുകളിലേക്ക് വാഹനം കൊണ്ടുപോയി വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. അതിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ പുല്ലൂരിൽ നിന്നുള്ള 2 യൂണിറ്റും കടക്കിൽ നിന്നുള്ള 1 യൂണിറ്റും, അങ്ങനെ 3 യൂണിറ്റാണ് ഇപ്പോൾ സ്ഥലത്ത് ഉള്ളത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻ വർഷങ്ങളിലും ഒക്കെ തന്നെ ഇവിടെ ഇത്തരത്തിൽ ഈ വള്ളിപ്പടർപ്പുകളിൽ തീ പടർന്ന് അപകടം ഉണ്ടാകുന്നത് പതിവാണ്. വേനൽക്കാലത്ത് ഈ പ്രദേശത്ത് തീ പിടിക്കുക ഒരു നിത്യസംഭവമാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇന്ന് രാത്രിയോടുകൂടി അവിടെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ആളപായോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് മുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാലതാമസം, അതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. തെന്മല തെന്മല ഡാമിനോട് ചേർന്ന് തെന്മല ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ലുക്കൗട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് നേരെ എതിർഭാഗത്താണ് ഈ കൂട്ടിക്കിടക്കുന്ന റിസോർട്ടുള്ളത്. ആ റിസോർട്ടിലാണ് ഇപ്പോൾ തീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുല്ലൂരിൽ നിന്നും അതുപോലെ തന്നെ കടക്കിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും സമാനമായ രീതിയിൽ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ തന്നെ ഇവിടെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാരും ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ ചേർന്ന് പെട്ടെന്ന് തീ അണച്ചു. ഇതിപ്പോൾ രാത്രിയാണ് തീ പടർന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവിടേക്ക് കയറി ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മൂലമാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതിന് ഒരു കാലതാമസം ഉണ്ടാകുന്നത്. മാത്രമല്ല പ്രദേശത്ത് തെന്മല രാത്രികാലങ്ങളിൽ കാറ്റുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് കാറ്റ് കൂടി വരുന്നതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ കുന്നിന്റെ മുകളിലേക്കൊക്കെ തന്നെ തീ പടരാനുള്ള സാധ്യത ഏറെയാണ്.